വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ നെഫ്ലോ ടെർബിഡിമെട്രി എന്ന പുതിയ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെഫ്ലോമെട്രി ആൻഡ് ടെർബിഡിമെട്രി, അതാണ് നെഫ്ലോ ടെർബിഡിമെട്രി. അതെന്താന്ന് നോക്കാം. ഒരു സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ട് ഓഫ് ലൈറ്റിൻ്റെ ഒരു ഭാഗം അബ്സോർബ് ചെയ്യും, ഒരു ഭാഗം സൊല്യൂഷനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു ഭാഗം സ്കാറ്റർ ചെയ്യും അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം എമൗണ്ട് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് അതെന്ന് പറയുന്നത് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് നെഫ്ലോമെട്രി ടെർബിഡിമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ട് ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെഫ്ലോമെട്രീൻ്റെ ഫിഗറാണ്, ഇത് ടെർബിഡിമെട്രീൻ്റെ ഫിഗറാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, വരയ്ക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈറ്റ് സ്കാറ്ററിങ് ഫിനോമിനൻ. ലൈറ്റ് സ്കാറ്ററിങ് ഫിനോമിനനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കൈന് എന്ത് കളറാണ്? ബ്ലൂ കളറാണ്. അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ സമയത്ത് സണ്ണൊരു റെഡിഷ് കളറായിട്ട് മാറുന്നുണ്ട്. അതെന്ത് കാരണമാണ്? അവിടെ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്മോൾ അൺഡിസ്റ്റർബ്ഡ് പാർട്ടിക്കിൾസ്, അതായത് വാട്ടർ മോളിക്യൂൾസ് ആവാം, ഗ്യാസസ് ആവാം, ഇങ്ങനത്തെ ചെറിയ അൺഡിസ്റ്റർബ്ഡ് പാർട്ടിക്കിൾസിൻ്റെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കാരണമാണ് നമുക്ക് ഈ ഒരു കളർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ സ്കാറ്ററിങ്ങിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ടർ വേവ് ലെങ്ത് ആണെങ്കിൽ നമുക്ക് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നുണ്ട്, ലോങ്ങർ വേവ് ലെങ്ത് ആണെങ്കിൽ കുറവാണ് സ്കാറ്റർ ചെയ്യുക. ഷോർട്ടർ വേവ് ലെങ്ത്തിന് എക്സാമ്പിൾ ആണ് എന്ത്? വയലറ്റും ബ്ലൂ ഒക്കെ. അപ്പോൾ അത് കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്ത് കാണും. ലോങ്ങർ വേവ് ലെങ്ത്തിനുള്ളതാണ് റെഡ്, അപ്പോൾ അത് കുറവാണ് സ്കാറ്റർ ചെയ്യുള്ളൂ. സോ സ്കൈ ബ്ലൂ ആയിട്ട് കാണുന്നതിന് കാരണം എന്താ? ബ്ലൂവും വയലറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്കൈനെ നമുക്ക് ബ്ലൂ കളറായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അവർ ഐസ് ആർ മോർ സെൻസിറ്റീവ് ടു ബ്ലൂ ദാൻ വയലറ്റ്, സോ വി പെർസീവ് ദ സ്കൈ ആസ് ബ്ലൂ. നമ്മുടെ കണ്ണിന് കൂടുതൽ ബ്ലൂവിനോടാണ് സെൻസിറ്റീവ് ആയിട്ടുള്ളത് വയലറ്റിനെക്കാളിലും. അപ്പോൾ നമുക്ക് സ്കൈ എന്തായിട്ട് കാണുകയാണ്? ബ്ലൂ ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ദ സാമ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്ട്രൈക്ക് ചെയ്യുന്നതും ഇവിടെ ടെർബിഡിമെട്രി, നെഫ്ലോമെട്രി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തിയറി നമ്മൾ നോക്കാൻ പോവാണ്. ടെർബിഡിമെട്രിയിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ത്രൂ എ സാമ്പിൾ. ഒരു സാമ്പിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് ടെർബിഡിമെട്രി. നെഫ്ലോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റേർഡ് ലൈറ്റിന് മെഷർമെൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ബൈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻ ദ സാമ്പിൾ. ഒരു സാമ്പിളിൽ എത്രത്തോളം ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് ടെർബിഡിമെട്രി. എന്നാൽ ഒരു സാമ്പിളിൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആണ് ലൈറ്റ് എത്രത്തോളം സ്കാറ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് നെഫ്ലോമെട്രി. ഓക്കെ, ഇനി ആംഗിൾ നോക്കുകയാണെങ്കിൽ ടെർബിഡിമെട്രിയിൽ മെഷർമെൻറ്റ്സ് നടക്കുന്നത് 180 ഡിഗ്രിയിലാണ്. എന്നാൽ നെഫ്ലോമെട്രിയിലോ 90 ഡിഗ്രിയിലാണ് അവിടെ മെഷർമെൻറ്റ് നടക്കുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഷേപ്പ്, വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, ഡിസ്റ്റൻസ് ഓഫ് ഒബ്സർവേഷൻ, മോളിക്കുലാർ വെയ്റ്റ് ഓഫ് പാർട്ടിക്കിൾ. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. നെഫ്ലോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി തന്നെയാണ് മെഷർ ചെയ്യുക, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സ്കാറ്റേർഡ് ലൈറ്റും ഇൻസിഡൻറ്റ് ലൈറ്റും അതുപോലെ തന്നെ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. മെയിനായിട്ട് ആ ഒരു ഇക്വേഷനാണ് നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന ഫാക്ടറിൽ പറയാനുള്ളത്. അതായത് സ്കാറ്റേർഡ് ലൈറ്റും ഇൻസിഡൻറ്റ് ലൈറ്റും പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇക്വേഷനാണ് IS=KS×IO×C. അവിടെ IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്, IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണത്. അടുത്തത് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അടുത്തത് പാർട്ടിക്കിൾ സൈസ് ആണ്. എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്? സ്ക്വയർ ഓഫ് എഫക്റ്റീവ് റേഡിയസ് ഓഫ് പാർട്ടിക്കിളിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിനോട് പ്രപ്പോർഷണൽ ആണ് എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. സോ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് എടുക്കേണ്ടത്? ഒന്ന്, എന്ത് ചെയ്യുക? പാർട്ടിക്കിൾ സൈസും ഷേപ്പും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാമ്പിളിംഗ് സമയത്തോ സ്റ്റാൻഡേർഡ് പ്രിപ്പറേഷൻ സമയത്തൊക്കെ
ഈ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന 2 അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ നമ്മൾ ശ്രദ്ധിക്കണം. ഓർഡർ ഓഫ് മിക്സിംഗ് ഓഫ് സൊല്യൂഷൻ ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് കൺസിസ്റ്റൻറ്റ് പാർട്ടിക്കിൾ ഫോർമേഷനിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കുറച്ച് പ്രിക്വേഷൻസ് കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് സ്മോളർ പാർട്ടിക്കിൾസ്, ഇവിടെ സിമ്മട്രിക്കൽ സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. സ്മോളർ പാർട്ടിക്കിൾ ആണ് എന്താണ്, പാർട്ടിക്കിൾ സൈസ് സ്മോളർ 1/10 ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 2 ഭാഗത്തേക്കും സിമ്മട്രിക്കലി ആണ് സ്കാറ്റർ ചെയ്യുന്നത്. എന്നാൽ ലാർജ് പാർട്ടിക്കിൾസ് ആണെങ്കിലോ അൺസിമ്മട്രിക്കൽ സ്കാറ്ററിംഗ് ആണ്. അതായത് പാർട്ടിക്കിൾ സൈസ് ലാർജ് 1/4 ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അപ്പം ഇവിടെ 1/4, അത് ഇവിടേക്ക് കുറച്ചും ഇവിടേക്ക് കൂടുതലും. അപ്പോൾ അൺസിമ്മട്രിക്കൽ സ്കാറ്ററിംഗ് ആണ് അവിടെ നടക്കുക. ലാർജർ പാർട്ടിക്കിൾസ് ആണെങ്കിലും എന്താണ്, അൺസിമ്മട്രിക്കൽ സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. അടുത്തത് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അടുത്തതാണ് വേവ് ലെങ്ത് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ടർ വേവ് ലെങ്ത് ആണെങ്കിൽ അത് കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുറവ് വേവ് ലെങ്ത് ആണെങ്കിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സ്കാറ്റർ ചെയ്യും. ലോങ്ങർ വേവ് ലെങ്ത് ആണെങ്കിൽ കുറവാണ് സ്കാറ്റർ ചെയ്യുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറയണത്, നമ്മൾ ഈ ടെർബിഡിമെട്രി ആൻഡ് നെഫ്ലോമെട്രിക് മെഷർമെൻറ്റ്സ് കോമൺലി നമ്മൾ നടത്തുന്നത് വൈറ്റ് ലൈറ്റിലാണ്. ഓക്കെ, കോമൺലി ക്യാരി ഔട്ട് ചെയ്യുന്നത് യൂസിങ് വൈറ്റ് ലൈറ്റ് ആണ്, വിസിബിൾ റേഞ്ചിലാണ്. മോളിക്കുലർ വെയിറ്റ് അടുത്തതാണ്. അപ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോളിക്കുലർ വെയിറ്റും എമൗണ്ട് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡും തമ്മിൽ. അതായത് ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ കൂടുതൽ ലൈറ്റ് സ്കാറ്റർ ചെയ്യും. അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഡിറ്റക്ടർ പൊസിഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ്, സ്കാറ്ററിംഗ് പാർട്ടിക്കിളും ഡിറ്റക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുക. ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്സർവേഷൻ. അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ ഒന്നും കാര്യമായിട്ട് നമുക്കൊന്നും പഠിക്കാനൊന്നുമില്ല, കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പറയുന്നതാണ് ടെർബിഡിമീറ്റർ, ടെർബിഡിമെട്രീൻ്റെ കേസിൽ നെഫ്ലോമീറ്റർ, നെഫ്ലോമെട്രീൻ്റെ കേസിൽ നെഫ്ലോമീറ്റർ. ഓക്കെ, ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ്, റേഡിയേഷൻ സോഴ്സ് ഉണ്ട്. നോർമലി നമ്മൾ ടങ്സ്റ്റൺ ലാമ്പ് അല്ലെങ്കിൽ LED ആണ് യൂസ് ചെയ്യുക. സാമ്പിൾ സെൽ ഉണ്ട്, സാമ്പിൾ സൊല്യൂഷനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിറ്റക്ടർ ഉണ്ട്, ഫോട്ടോ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്. അപ്പോൾ നമുക്ക് അവിടെ UVയിൽ പഠിച്ച സെയിം തന്നെ ഇവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ എഴുതാവുന്നതാണ്. റീഡ് ഔട്ട് ഡിവൈസ് ഡിജിറ്റൽ അല്ലെങ്കിൽ അനലോഗ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഇവിടെ സാമ്പിൾ സെൽ ഇൻ ടെർബിഡിമീറ്ററും സാമ്പിൾ സെൽ ഇൻ നെഫ്ലോമീറ്ററും 2 കൊടുത്തിട്ടുണ്ട് ഫിഗർ. അടുത്തതാണ് ഡിറ്റക്ടർ. ഫോട്ടോ സെൽ അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ടറാണ് നമ്മൾ കോമൺലി ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ, ടെർബിഡിമെട്രീൻ്റെ കേസിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിനെ, അല്ലെങ്കിൽ നെഫ്ലോമെട്രീൻ്റെ കേസിൽ സ്കാറ്റേർഡ് ലൈറ്റിനെയാണ് അത് ഡിറ്റക്ട് ചെയ്യുക. ഈ ടെർബിഡിമെട്രി ആണോ നെഫ്ലോമെട്രി ആണോ സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? അത് ഈ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എത്ര എമൗണ്ട് ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ടെർബിഡിമെട്രി വേണോ നെഫ്ലോമെട്രി വേണോ എന്ന് ചൂസ് ചെയ്യുന്നത്. ടെർബിഡിമെട്രി ആണെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ സസ്പെൻഷൻസ് ആയിരിക്കും, നെഫ്ലോമെട്രി ആണെങ്കിൽ ലോ കോൺസെൻട്രേഷൻ സസ്പെൻഷൻസ് ആയിരിക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻസ് ആണ്. ടെർബിഡിമെട്രീൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രോട്ടീൻസിനൊക്കെ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ്, പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടെർബിഡിറ്റി മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിലുള്ള പ്രോട്ടീൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് വെച്ച് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടാണ് ടെർബിഡിറ്റി മെഷർ ചെയ്യുന്നത്. അടുത്തത് അമിലേസ് ആക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുകയാണ്. നമ്മൾ സ്റ്റാർച്ച് ബേസ്ഡ് സബ്സ്ട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അമിലേസ് ബ്രേക്ക് ഡൗൺ സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ടെർബിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. ഈ കുറയുന്ന ടെർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിലേസ് ആക്ടിവിറ്റീനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. പിന്നെ ലിപ്പേസ് ആക്ടിവിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. നമ്മൾ ട്രൈഗ്ലിസറൈഡ് സബ്സ്ട്രേറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഇപ്പോൾ ലിപ്പേസ് എന്ത് ചെയ്യും, ട്രൈഗ്ലിസറൈഡ്സിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ടെർബിഡിറ്റി കുറയും. ഈ ഒരു ടെർബിഡിറ്റി കുറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പേസ് ആക്ടിവിറ്റീനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. ഇത്രയാണ് ടെർബിഡിമെട്രീൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ. അടുത്തത് നെഫ്ലോമെട്രീൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനൊക്കെ നടക്കുന്ന ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണോഗ്ലോബുലിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ സെറം പ്രോട്ടീൻസിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ സൈസ് ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സസ്പെൻഷൻസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി നെഫ്ലോമെട്രീൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ മെട്രിക്സ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അത് അക്യുറസീനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സസ് ആൻറ്റിജൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഇമ്മ്യൂൺ കോംപ്ലക്സസിനെ ഫോം ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ പ്രിസിഷൻ കുറയ്ക്കും. ക്ലിയർ ആൻഡ് സ്റ്റേബിൾ സസ്പെൻഷൻസ് ആവശ്യമുണ്ട് റിലയബിൾ റീഡിങ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നെഫ്ലോമെട്രി ആൻഡ് ടെർബിഡിമെട്രി, അതായത് നെഫ്ലോ ടെർബിഡിമെട്രിയിൽ പറയാനുള്ളത്. നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫിഗേഴ്സ് നമുക്ക് കുറച്ച് കൂടുതൽ ഇതിൽ പഠിക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് സ്കാറ്ററിങ് ഫിനോമിനൻ, അതുപോലെ തന്നെ ഇതിൻ്റെ തിയറി, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, അതിൽ ക്ലിനിക്കൽ അപ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് 2 മാർക്കിന്. ഇത് അധികം ക്ലിനിക്കൽ അപ്ലിക്കേഷനും ഫാക്ടേഴ്സ് എഫക്റ്റിങ്ങും പിന്നെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയാണുള്ളത്. നെഫ്ലോ ടെർബിഡിമെട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ ബിഫാം റിലേറ്റഡ് ആയിട്ടുള്ള മലയാളം വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.